ഹൈദരാബാദ് വന്നതിന് ശേഷം കിട്ടിയ ആദ്യത്തെ കല്യാണമാണിന്ന്. ഹൈവ, നല്ല ഹൃദ്യമായിട്ടുള്ള സ്വീകരണം. ഞങ്ങൾക്കല്ല, ചെക്കൻ. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടർ നവ്യയുടെ കല്യാണമാണ്. വരൻ ഡോക്ടറാണ്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന കല്യാണത്തിൻ്റെ കൊട്ടിക്കലാശാണിന്ന്. ഇതാണ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഇതാണ് ഹൈദരാബാദിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ, ഹോട്ടൽ നോവോട്ടൽ. ഇതൊരു VIP ഹോട്ടലായതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആണ്. വലിയ വലിയ VIPകൾക്കിടയിൽ ഈ പാവം ഞാനും. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സ്റ്റാർ കല്യാണം കൂടുന്നതിൻ്റെ ത്രില്ലിലാണ്. ചെക്കനും കൂട്ടരൊക്കെ അപ്പുറത്തോട്ടാണ് ഉഷാറായിട്ട് വരുന്നത് കേട്ടോ. ഇതാണ് ഇവിടുത്തെ എൻട്രി. പക്ഷെ അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് അതിനോട് ചേർന്നിട്ട് തന്നെ കുറേ ജ്വല്ലറി പോലെ കാണുന്നുണ്ട്. ജ്വല്ലറി തന്നെ ഓരോ ബിസിനസ് ട്രിക്കായിരിക്കും. ആരെങ്കിലൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ മറന്നാണെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഗിഫ്റ്റ് കൊടുപ്പിക്കാമല്ലോ. ഏതായാലും ഇഷ്ടം പോലെ സ്വർണ്ണം കേട്ടോ. നല്ല പുതിയ പുതിയ ഐറ്റംസ് ആയിട്ട് സ്വർണ്ണങ്ങളുണ്ടല്ലേ, ഇഷ്ടം പോലെ ഉണ്ട്, പല കളർ കളക്ഷനായിട്ട്. നല്ല കാര്യം. വലിയ വലിയ ആൾക്കാരല്ലേ, ഓരോ സെറ്റപ്പൊക്കെ ഇങ്ങനെ ആയിരിക്കും. ഇൻസ്റ്റൻ്റായിട്ട് സ്വർണ്ണം കൊടുക്കലൊക്കെ ആയിരുന്നു. അവിടെ വേറെ കുറേ ആൾക്കാർ അത് ഇഷ്ടം പോലെ സ്വർണ്ണം വാങ്ങുന്നു. തക്കാളി വാങ്ങുന്ന പോലെയൊക്കെയാണ് സ്വർണ്ണം വാങ്ങിക്കൊണ്ട് പോകുന്നത്. അമ്പോ, കല്യാണത്തിന് ഇന്ത്യക്കാരെ കൂടാതെ വിദേശികളൊക്കെ ഉണ്ട്. ഒരു ഇന്ത്യൻ ഡ്രസ്സിലൊക്കെയാണ് വരുന്നത്. ഓ, വാപ്പാൻ്റെ ഒരു പവറേ. ഇതിൻ്റെ എൻട്രൻസ് അലങ്കരിച്ച അലങ്കാരം എന്ന് കാണാം. മൊത്തം ഫ്രഷ് പൂക്കൾ. എന്താ അതിൻ്റെ മണം, എന്ത് ഭംഗിയായിട്ടാണ് അലങ്കരിച്ചത് നോക്കിയാണ്. നല്ല ഒരു വൈബ്. മന്ത്രധ്വനികളാൽ മുഖരിതമായ അന്തരീക്ഷം. ആഹാ, എൻ്റെ കൂടെ വന്ന ടീംസൊക്കെ കാര്യപരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ്. അവർ നല്ല വെട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ്ടില്ലേ, എല്ലാവരും ഗ്യാങ് ആയിട്ടാണ്. ഈ അലങ്കരിച്ച പന്തലിന് മുമ്പിൽ ഈ പിങ്ക് കളറിലുള്ള തൊപ്പിയിട്ടിരുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ചെക്കൻ്റെ ആൾക്കാരാണ്. പെട്ടെന്നാണ് ഞാൻ ആ കാര്യം ഓർത്തത്. ഞാൻ വെൽക്കം ഡ്രിങ്ക് കുടിച്ചില്ല. വെൽക്കം ഡ്രിങ്ക് കുടിക്കാനായിട്ട് അങ്ങോട്ട് എത്തി നോക്കുമ്പോൾ അവിടെ 3 ടൈപ്പ് മൊജിറ്റോസ് ഇരിക്കുന്നുണ്ട്. പാഷൻ മൊജിറ്റോ, വേറെ എന്തോ ടൈപ്പ് മൊജിറ്റോ, അതിന് പിന്നെ വേറെ എന്തോ ഒരു മൊജിറ്റോ. പക്ഷേ എനിക്ക് കണ്ടതിൽ മെച്ചം തോന്നിയ ഓറഞ്ച് കളറുള്ള മൊജിറ്റോ ഞാൻ നോക്കി. പക്ഷെ വന്നത് മഞ്ഞ മൊജിറ്റോ ആണ്. എന്തായാലും മാജിക്. വെൽക്കം ഡ്രിങ്കും കുടിച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കി വെക്കാൻ. എന്ത് ഭംഗിയായിട്ടാണ് അതൊക്കെ അലങ്കരിച്ചത്. ഇവിടെ സ്ഥിരം പരിപാടി നടക്കുന്നതാണ്, നമ്മളിപ്പോൾ ആദ്യമായിട്ട് കാണുന്നതിനോടായിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ ആംബിയൻസ് എന്നാണ് എടുത്ത് പറയേണ്ടത്. എന്താ അതിൻ്റെ ഭംഗി. സീറ്റിങ്ങും ലൈറ്റിങ്ങും ഒക്കെ ആയിട്ട് നല്ല ഉഷാറായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. സൂപ്പർ. അങ്ങനെ ഞാനും ആസനസ്ഥനായി. പൂജാകർമ്മങ്ങളും അതുപോലെ താലികെട്ടൊക്കെ കാണാൻ വേണ്ടി സ്റ്റേജിനോട് അടുപ്പിച്ച് സ്ക്രീൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതാ വധുവരുമായി വധുവിനെ അലങ്കരിച്ച് ആനയിച്ചോട്ട് സ്റ്റേജിലോട്ട് കയറ്റിയിരിക്കുകയാണ്. വധുവിൻ്റെ കൂടെ ഒരു കരിക്കുണ്ട്. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഏതായാലും പൂജാകർമ്മത്തിൻ്റെ എന്തോ ഭാഗമായിരിക്കും. താഴെ കഥാ പക്കമേളക്കാരും വാദ്യമേളക്കാരൊക്കെ ആയിട്ട് ഓരോരോ പണി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എൻ്റെ പണി തുടങ്ങി. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ വല്ലാത്തൊരു രസമാണ് കേട്ടോ. നല്ല ചൂടായിട്ട് നിലനിർത്താനുള്ള എന്തോ ഒരു സംഭവം കൂടെ അവർ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ മമ്മൂസ് വന്നു, പരിപ്പൂട വന്നു, പനീർ ഫ്രൈ വന്നു, അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് വന്നു. ഒരു ചെറിയ കാര്യം ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ചുകൊണ്ട് വെക്കുന്നുണ്ട്. സംഭവം ചെറുതായിട്ടൊന്ന് പാളിയോ എന്ന് എനിക്കൊരു സംശയം ഇല്ലായില്ല. ഇതുവരെ വെജ് മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. പരിപ്പുവട, മമ്മോസ്. ഇതെൻ്റെ കണക്കൂട്ടൽ തെറ്റുന്നാണ് തോന്നുന്നത്. അങ്ങനെ ഓരോ കാര്യത്തിലും തീരുമാന സ്ഥിതിക്ക് ഞാൻ എൻ്റെ കാര്യപരിപാടിയിലോട്ട് കിടക്കുകയാണ്. അല്പം മധുരം കഴിക്കാം. നല്ല ഉഷാറായിട്ടുള്ള ജിലേബിയൊക്കെ ഉണ്ടാക്കുന്ന മഞ്ഞ ജിലേബി. റെഡ് ജിലേബി ഇല്ല കേട്ടോ, മഞ്ഞ ജിലേബി മാത്രം. പിന്നെയുള്ള നല്ല രസഗുള നല്ല രസമാണ്. പിന്നെ എന്തൊക്കെയോ ഐറ്റംസ്, അതേപോലെ ചോക്ലേറ്റ്സും പല സ്വീറ്റ്സ്. ഡിസേർട്ട്സ് ഏരിയയാണ് ആക്ച്വലി. ഒരു ഷോപ്പ് മൊത്തമായിട്ട് അങ്ങോട്ട് പ്ലേസ് ചെയ്ത പോലെ ഉണ്ട്. കുറേ ഐറ്റം. പിന്നെ വേറെ ഒരു ഫ്രൂട്ട്സ് കടയിലാണെങ്കിൽ എല്ലാ ഐറ്റംസും ഉണ്ട്, പല പല ഐറ്റംസിൽ. ഏറ്റവും വെറൈറ്റി ആയിട്ട് തോന്നുന്നത് നമ്മുടെ പുളിയില്ലേ, നമ്മുടെ വാളംപുളി. അതെന്തിനാണ് അവിടെ വെച്ചത്, ഒരു പിടുത്തം കിട്ടിയില്ല. പിന്നെ വേറെ എന്തൊക്കെയോ ഐറ്റംസ്. അതിൽ പ്രധാനമായിട്ട് വരുന്ന ബ്രെഡ് കൊണ്ടുള്ള കുറേ എന്തൊക്കെയോ ഐറ്റംസ്. കുൽച്ച അല്ലേ, നമ്മളെ കുൽച്ച എന്ന് പറഞ്ഞിട്ടുള്ള ബ്രെഡിൻ്റെതായിട്ടുള്ള അത് പല പല രീതിയിൽ, പല ഫ്ലേവറിൽ, പല ടേസ്റ്റിലായിട്ട്. നല്ല രസം, കാണാൻ രസം, അതിനേക്കാൾ രസം തിന്നാനുണ്ടാവും.
അത് നമ്മളെ HOD മോനും പാടെ മഷ്റൂം സൂപ്പും കുടിച്ചുകൊണ്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത രസകരമായിട്ടുള്ള സ്റ്റേഷനാണ് തായ് കറി സ്റ്റേഷൻ. അവിടെയാണ് ഒരു സംഭവമില്ല, നമുക്ക് അറിയുന്ന ഒരു സംഭവമില്ല. അയാൾ കണ്ടില്ല, കയ്യും കെട്ടിങ്ങനൊക്കെ നിൽക്കുകയാണ്. നമുക്ക് പറയാനും അറിയില്ല, എന്താ പറയുക. എന്തായാലും കറി ഐറ്റംസ് ആണ് എന്തോ ഉണ്ടാക്കുന്നത് മനസ്സിലായി. നമ്മൾ പിന്നെ തായ്ലാൻഡ് ടേസ്റ്റ് ഒന്നും ഇല്ലാത്തതിനോട് ഓൻ രക്ഷപ്പെട്ട്. തൊട്ടപ്പുറത്ത് ഇതിലോട്ട് നോക്കുമ്പോൾ അത് നമ്മളെ കുറച്ചൊക്കെ അറിയുന്ന സെഷനാണ്, അതായത് നമ്മൾ ഇറ്റാലിയൻ സെഷനാണ്. അവിടെ പാസ്ത ഐറ്റംസാണ് കാര്യമായിട്ട്. വൈറ്റ് പാസ്ത ഉണ്ട്, റെഡ് പാസ്ത ഉണ്ട്. അതിൽ നമുക്ക് പറയുന്ന ഫ്ലേവറിനനുസരിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എല്ലാ ഐറ്റംസും അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾസും ഒലിവ് ഓയിലും ഇതൊക്കെ ആയിട്ട് ഫുൾ സെറ്റാണ്. പിന്നെ അതിന് ഉണ്ടാക്കാൻ വേണ്ടി വേറെ കുറച്ച് രസമായിട്ടുള്ള കാഴ്ച എന്ന് വെച്ചാൽ അവിടെ കുറേ ഐറ്റംസ്, നമ്മൾ ദാലുകൾ, മൂങ്ദാൽ, പരിപ്പ് സാധനങ്ങളൊക്കെ അവിടെ സഞ്ചിയിൽ പലചരക്ക് പീടികയൊക്കെ നോക്കുന്ന പോലെ ഉണ്ട് കാണാൻ. അത് കഴിഞ്ഞ് അപ്പുറത്തെടുത്തൊരു ചങ്ങായി ഉണ്ണിയപ്പം പോലത്തെ ഒരു ഐറ്റം എനിക്ക് കാണിച്ചു തന്നു. പിന്നെ മില്ലറ്റ് റൊട്ടി, അതുപോലെ തന്നെ സൂപ്പുകൾ കുറേ വെറൈറ്റി ആയിട്ട് സൂപ്പുകളുണ്ട്. ഇതാണ് ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഐറ്റം. പുസിരുട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദോശയാണ്. അത് നമ്മൾ മൂങ്ദാൽ, നമ്മളെ ഇതിൻ്റെ ചെറുപയറിൻ്റെ പരിപ്പുകൊണ്ട് ഉണ്ടാക്കുന്ന ദോശ. അത് ഉണ്ടാക്കുന്ന കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഓയിലൊക്കെ ഒഴിച്ച് നമ്മളെ തക്കാളി ഉള്ളിയൊക്കെ ഇട്ട് നല്ല ലൈവായിട്ട് കുറേ ആൾക്കാർ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ചൂടോടെ നമുക്ക് കഴിക്കാം. എനിക്കും കഴിക്കാമെന്നൊരു പുതിയ തോന്നി. ഞാൻ ആദ്യം എന്തൊക്കെ ഒന്ന് വീഡിയോ എടുത്തതിന് ശേഷം കഴിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്നു. പക്ഷെ കണ്ടപ്പോൾ ഞാനും ഒരു പ്ലേറ്റ്. അതിനോട് അടുത്തതായിട്ടുള്ള മസാല ദോശയുടെ സെഷനാണ്. അതിനോട് പിന്നെ ഉള്ളത് നമ്മൾ ഈ ആലു ടിക്ക എന്ന് പറഞ്ഞിട്ടുള്ള സാധനം, പിന്നെ കുറേ ചാട്സുകൾ, ഇങ്ങനത്തെ കുറേ ഉണ്ടല്ലോ. പിന്നെ ഇത് എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ട് സാറിന് കാഞ്ചി വട എന്നുണ്ടല്ലോ ഒരു വട, നല്ല രസമുണ്ട് കേട്ടോ. സൂപ്പുകൾ നമ്മളെ മഷ്റൂമും ഇതൊക്കെ ആയിട്ടുള്ള വേറെ കുറേ സൂപ്പുകൾ. ഇനിയാണ് കാര്യമായിട്ട് മെയിൻ കോഴ്സ് ഇറങ്ങുന്നത് ബിരിയാണി നമ്മളെ സബ്ജി ബിരിയാണി, അത് വെജിറ്റബിൾ ബിരിയാണി കാര്യമായിട്ട് പ്രതീക്ഷ ഒന്നുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് നോക്കിയിട്ട് തന്നെയല്ല. അടുത്ത പുലിഹോര എന്നുള്ള ഐറ്റം നമ്മൾ ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കേടുവരാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കുമല്ലേ, പുളിച്ചോറ് എന്തെന്നെ പറയും, വേറെ എന്തോ പേര് പറയണ്ടേന്. ഏതായാലും ഞാനും മൈൻഡ് ചെയ്തില്ല. പിന്നെ നൂഡിൽസ് ഉണ്ട്, പിന്നെ ബഗാര റൈസ്. ഇപ്പോഴത്തെ വൈറ്റ് റൈസ്, നമ്മൾ നെയ്ച്ചോറ് എന്ന് പറയുന്ന പോലെ സാധനമാണ്. ചങ്ങായിമാർക്ക് നെയ്ച്ചോറും കോഴിയൊക്കെ ഉണ്ടാക്കിയുടെ. സാമ്പാർ, രസം, സംബന്ധം മണക്കുണ്ട്. നമ്മളെ പാലക് ദാൽ, പനീറല്ല പാലക് ദാൽ. ഇതാണ് നമ്മളെ മക്കനി, ദാൽ മക്കനി. അത് നമ്മളെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്, നല്ല കോസ്റ്റ്ലി ആയിട്ടാണ്. മാംഗോ ദാൽ നല്ല രസമുള്ള ഒരു ഐറ്റമാണ് മാംഗോ ദാൽ. പിന്നെ കുറേ ഐറ്റംസ്, കുറേ വെജിറ്റബിൾസിൻ്റെ കഷ്ണം, കുറച്ച് ഉള്ള സാമ്പാറത്തെ എല്ലാ കഷ്ണം കൊണ്ട് എല്ലാ വെറൈറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുകൊണ്ട് ഇത് നമ്മളെ ഇതാണ് വെണ്ടക്കായ്, പിന്നെ നമ്മളെ വഴുതന, കുറേ വെറൈറ്റി ആയിട്ട് അതിനോട് കുറേ വെറൈറ്റി. സാമ്പാർ കഷ്ണങ്ങൾ കൊണ്ട് കുറേ വെറൈറ്റി, അതാണ് ഇവിടുത്തെ മെയിൻ. പിന്നെ ഇപ്പുറത്തുള്ള പേര് കൊണ്ട് നല്ല രസമുള്ളത് ആലു കാശ്മീരി. എന്താ രസം, നല്ല ചുവന്നിരിക്കുന്ന ആലു കാശ്മീരി. മട്ടർ, ഇതൊരു ടൈപ്പ് ഒരു മസാലക്കറിയാണ്. മട്ടറൊക്കെ ഇട്ടിട്ടുള്ള നല്ല മട്ടർ, അതായത് നമ്മളെ ഗ്രീൻ പീസ്. വഴുതന കൊണ്ടുള്ള വേറൊരു ഐറ്റംസ്, വേറെ കുറേ ഐറ്റംസ് ഉണ്ട്. വെജിറ്റബിൾസ് ഇത്ര ഐറ്റംസ് ഉണ്ടാക്കാമെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് സംഭവം. ഇതിന് പകരം അമ്മമാർക്ക് നെയ്ച്ചോറും കോയും ഫിഷൊക്കെ ആയിട്ട് എന്ത് രസേനി. ഇതൊക്കെ ഞാൻ കഴിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്, അതന്നെ ഞാൻ കഴിക്കും. പിന്നെ റൊട്ടി നല്ല രസമുണ്ട്, നല്ല സൂപ്പറായിട്ടുള്ള റൊട്ടിയാണ്. അതിനോട് കഴിക്കാൻ നമ്മളെ മട്ടർ പനീറും നല്ല രസമുള്ള ഐറ്റമാണ്, നല്ല കോമ്പിനേഷനാണ്. പിന്നെ കുറേ ഐറ്റംസ് വെച്ചാൽ നമ്മളെ റായ്ത്ത, നമ്മളെ ദഹി, സാലഡ്സ് പോലത്തെ ഒരു സെഷനാണ്. പപ്പടം തന്നെ പല വെറൈറ്റി പപ്പടം. ഇതായിട്ട് ബിരിയാണീൻ്റെ കൂടെ ഏറ്റവും കോമൺ ആയിട്ട് ഇവിടെ ഹൈദരാബാദിൽ കിട്ടുന്ന ഒരു ഐറ്റമാണ് റായ്ത്ത. അത് കുറച്ചുകൂടെ റിച്ച് ആയിട്ട് ഉണ്ടാക്കിയത്, നല്ല രസമുണ്ട്, കാണാനും രസമുണ്ട്, തിന്നാനും രസമുണ്ടാവും. പിന്നെ കുറേ സാലഡ്സിൽ കുറേ ഫുൾ സാലഡ്സാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. നമ്മളെ ലെറ്റ്യൂസും കാര്യങ്ങളൊക്കെ ഫുള്ളുണ്ട്. നമ്മളെ ഒലിവ് ഓയിലുണ്ട്. കുറേ ആൾക്കാർ എടുക്കുന്നുണ്ട്. നല്ല സാലഡ്സ് നന്നാക്കി ഉണ്ടാക്കിയാണ് ബെസ്റ്റാണ് സാലഡ്സ്. പിന്നെ സാലഡ്സ് ഉഷാറാണ്. ഞാൻ പിന്നെ ലൈറ്റായിട്ട് കഴിക്കുന്നതിനോട് അധികം എടുത്തില്ല, ഒരു ബാലൻസ്ഡ് ഡയറ്റാണ് ഞാൻ തീരുമാനിച്ചത്. കുറച്ച് മഷ്റൂം സൂപ്പ് എടുത്തു, 2 റൊട്ടി എടുത്തു, പിന്നെ നമ്മളെ മട്ടർ പനീർ എടുത്തു, സാലഡ്സ് ഉണ്ട്, പിന്നെ ആലു കാശ്മീർ, അതൊന്ന് വെറൈറ്റി ആയതുകൊണ്ട് ടേസ്റ്റ് ചെയ്തു, പിന്നെ പപ്പടം. ഇതൊക്കെ ആയിട്ട് ഒരു വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ്, നല്ലതന്നെ. അങ്ങനെ പ്രധാന ചടങ്ങും കഴിഞ്ഞ് ഇനിയൊരു ചടങ്ങൂടെ ബാക്കിയുണ്ട്. ചെക്കനും പെണ്ണിനും ആശംസ അറിയിക്കണം. അങ്ങനെ ആശംസ അറിയിച്ച് ESI ഫാമിലിയുമായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ചു പോകും.